പുരുഷ കമ്മീഷൻ വേണം. കാരണം നിരപരാധികളായ ഒരുപാട് പുരുഷന്മാർ വെറുതെ ജയിലിൽ ഇപ്പോൾ കിടക്കുക. നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ആയി നമ്മൾ എവിടെ പോകും? വനിതകൾക്ക് അവരുടെ പരാതി അറിവ് എന്നൊക്കെ വിഷയമുണ്ട്. കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചോദിക്കേണ്ട ഒരു മനസ്സ് പോലും ആരും കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ അറിയാതെ എന്തെങ്കിലും ബസ്സിലൊക്കെ വെച്ച് എന്തെങ്കിലും തട്ടമുട്ടൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവരത് പിന്നെ വലിയ ഇഷ്യൂ ആക്കിയാണ് എടുക്കുന്നത്. ദിലീപിന്റെ പ്രശ്നവും രാഹുലിന്റെ പ്രശ്നമൊക്കെ നടക്കുന്നത് എന്താ? എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ട്. പുരുഷന്മാർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വനിതകളുടെ സംരക്ഷണത്തിന് വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ തന്നെ പുരുഷന്റെ പരാതികളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതിന് ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിയമങ്ങൾ വേണം. എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ട്. പുരുഷന്മാർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒരു സ്ഥാപനം ആവശ്യമാണ്. സമൂഹത്തിൽ പുരുഷന്മാർ ഒരുപാട് പല പല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനും കൂടെ ഒരു സംവിധാനം ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ തോന്നണം അത് നല്ലതാണ്. പറഞ്ഞാൽ നമുക്ക് ഒരു കംപ്ലൈൻറ്റോ നല്ല ഒരിടത്തും പോകാൻ പറ്റില്ല. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും പോകാൻ പറ്റുള്ളൂ. നമുക്ക് പുരുഷന്മാർക്ക് എന്തൊരു ഇതുണ്ട്? എന്തെങ്കിലും നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി നമ്മൾ എവിടെ പോകും? ഒരിടത്തും പോയി സ്റ്റേഷനിലും എല്ലാവർക്കും പെണ്ണിനാണ് പരിഗണന. വെറുതെയാണ് ഈ പീഡന ഇതൊക്കെ പറഞ്ഞ ആളുകൾ ഇത് ചെയ്യണത്. മനസ്സിലാവും. ഒന്നും അറിഞ്ഞുകൂടാത്തവരെ മനസ്സിലാവുന്നുണ്ട്. പെടുത്തുകയാണ് ചെയ്യണത്. തീർച്ചയായിട്ടും അത് നല്ല കാര്യം. പുരുഷ കമ്മീഷൻ്റെ എല്ലാ പോസിറ്റീവ് വശങ്ങളുമാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. സ്ത്രീപക്ഷ കമ്മീഷൻ, വനിതാ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വനിതകളുടെ സേവനവും വ്യവസ്ഥകളും പരിരക്ഷയും ഉൾക്കൊള്ളുന്നതാണ് അതിൻ്റെ കാഴ്ചപ്പാട്, വനിതാ കമ്മീഷൻ്റെ കാഴ്ചപ്പാട്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ കമ്മീഷനും മെൻസ് കമ്മീഷൻ നിലവിൽ വരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് നിയമം പോലെ തന്നെ നിലവിൽ വരേണ്ടതാണ്. അതാരെയും ശിക്ഷിക്കാനോ ക്രൂശിക്കാനോ വേണ്ടിയല്ല. നിരപരാധികളായ പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് വീടുകളിലും സമൂഹത്തിലും. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് പോലെ തന്നെ പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. നിയമപരമായി ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന പുരുഷന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. ആ നിഷേധിക്കപ്പെടുന്നതിനെ സംരക്ഷിക്കാൻ, പുരുഷന്മാരെ സംരക്ഷിക്കാൻ, പുരുഷന്മാർക്ക് ആവശ്യമായിട്ടുള്ള എംപവർമെന്റ് നൽകാൻ പുരുഷ കമ്മീഷൻ നിലവിൽ വന്നേ മതിയാവും. വനിതകൾക്ക് അവരുടെ പരാതി അറിവ് എന്നൊക്കെ വിഷയമുണ്ട്. അപ്പം പുരുഷന്മാർക്ക് അവരുടെ പരാതി പറയാൻ വേണ്ടി പുരുഷ കമ്മീഷൻ വരുന്നതിൽ തെറ്റില്ല, അത് വേണം. പുരുഷന്മാരും ചില പെട്ടുപോകുന്ന പുരുഷന്മാരുണ്ട്. അവരുടെ സത്യസന്ധത തെളിയിച്ചുകൊണ്ട് വരണ്ടേ. അതുപോലെ സ്ത്രീകളുടെ ഭാഗത്തും ഇതുപോലെ സത്യസന്ധമായിട്ടുള്ള സ്ത്രീകളും ഉണ്ട്, പിന്നെ അല്ലാതെ ഫ്രോഡുകളും ഉണ്ട്. അപ്പം എല്ലാം തിരിച്ചറിഞ്ഞ് അവർക്ക് നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടണം. അതല്ലേ നല്ലത്, പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും. പുരുഷനൊരു പരിരക്ഷയില്ല ഇവിടെ. പുരുഷൻ ചെയ്യുന്നതെല്ലാം കുറ്റമാണ്. എല്ലാ കാര്യങ്ങളും കുറ്റമായിട്ട് കാണുകയാണ് നമ്മുടെ സമൂഹം. പുരുഷൻ ചെയ്യുന്നതല്ല, ഒരു ന്യായീകരണമില്ല, ഇവിടെ നിന്ന് കിട്ടുന്നുമില്ല. ഉടനെ അവനെ കുറ്റവാളിയാക്കുകയാണ്. ഉടനെ അവിടെ ചോദ്യമില്ല. അവൻ ആ കുറ്റകൃത്യം അവൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചോദിക്കേണ്ട ഒരു മനസ്സ് പോലും ആരും കാണിക്കുന്നില്ല. അവനെ പിടിച്ച് അകത്തിടുക, അത്ര തന്നെ. അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതൊരു മാനുഷിക പരിഗണനയാണ്. തീർച്ചയായിട്ടും ആവശ്യമാണ് അത്. മരുന്നുകൾക്ക് മാത്രം പറയുമ്പോഴേ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ അറിയാതെ എന്തെങ്കിലും ബസ്സിലൊക്കെ വെച്ച് എന്തെങ്കിലും തട്ടമുട്ടൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവരത് പിന്നെ വലിയ ഇഷ്യൂ ആക്കിയാണ് എടുക്കുന്നത്. അത് വേണം, പുരുഷന്മാർക്ക് സംഘടന വേണം. പുരുഷ കമ്മീഷൻ വരുന്നത് നല്ല തന്നെയാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി ഒരു എന്തെങ്കിലും ആവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അതൊരു ആശ്വാസം. ജെനുവിനായിട്ടുള്ള എല്ലാ പുരുഷന്മാർക്കും അതൊരു ആശ്വാസമായിരിക്കും. സ്ത്രീകളായാലും പുരുഷന്മാരായിരുന്നാലും വരുന്ന നിയമങ്ങളെ മിസ്യൂസ് ചെയ്യാതെ സംരക്ഷിക്കുക, അത്രേ ഉള്ളൂ. അപ്പം പുരുഷന്മാർക്കും വരുന്നതിനോട് യോജിക്കുകയാണ്, കുഴപ്പമില്ല. ദിലീപിന്റെ പ്രശ്നവും രാഹുലിന്റെ പ്രശ്നമൊക്കെ നടക്കുന്നത് എന്താ? ഒരു പുരുഷ കമ്മീഷൻ ഇല്ലാത്തതിന്റെ കുറവാണ്. സത്യസന്ധമായ രീതിയിൽ പോയാൽ ഇത് രണ്ടും ആവശ്യമാണ്. പുരുഷ കമ്മീഷനും ആവശ്യമാണ്, സ്ത്രീ കമ്മീഷനും ആവശ്യമാണ്. സ്ത്രീ എന്ത് തെറ്റ് ചെയ്തിരുന്നാലും അവള് ഒരു കോടതി ആയാലും അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് സ്ത്രീ പറയുന്നതാണല്ലോ വിശ്വസിക്കുന്നു. പിള്ളേർ പറയുന്നതാരും വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിന് ഒരെണ്ണം വേണം. പെണ്ണുങ്ങളുടെ വാക്ക് പരിഗണിക്കുന്നത് പോലെ തന്നെ ആൺപിള്ളേരുടെ വാക്കുകളും പരിഗണിക്കണം. പിന്നെ അത് വേണം. രണ്ട് ഭാഗത്തുള്ളവരും ആൺപിള്ളേർ മാത്രമല്ലല്ലോ തെറ്റുകാർ, രണ്ട് ഭാഗത്തും ഉണ്ട്. അപ്പോൾ രണ്ട് ഭാഗവും കേൾക്കണ്ടേ? സ്വാഭാവികമായിട്ടും ഉണ്ടാവണം. പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നടക്കുന്ന പിള്ളേരുടെ പേരിൽ എന്തെല്ലാം കേസുകളുണ്ടാകുന്നു. ഇപ്പോൾ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ ഒരു മോശമായ അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ല പയ്യന്മാരുണ്ടെങ്കിൽ അവന്മാരെ കുരിശിൽ കയറ്റാൻ വേണ്ടി അതിൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് കൊടുക്കാറില്ലേ സാധാരണ? അത് ഒഴിവാക്കിക്കൂടെ? ഇപ്പം സ്ത്രീകൾക്ക് മാത്രം തന്നെ പ്രൊട്ടക്ഷൻ വേണമെന്നുള്ള നിയമമൊന്നുമില്ല. അതേ പ്രൊട്ടക്ഷൻ പുരുഷനും വേണം. തീർച്ചയായിട്ടും വേണം. പറയാനുള്ള കാരണം പുരുഷന്മാരും പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം കണ്ടെത്തണം കൂടി വേണം. സ്ത്രീകൾക്ക് നേരെ കാണിക്കുന്നത് അതിക്രൂരമാണ്, അത് തെറ്റ് തന്നെയാണ്. എന്നാൽ പുരുഷന്മാർക്കും ഒരു അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാവണം, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. പുരുഷന്മാരുടെ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് ആവശ്യമാണ്. അങ്ങനെ തോന്നിയിട്ടില്ല. സ്ത്രീകൾക്കാണല്ലോ ഇപ്പോൾ മുൻഗണന ഉള്ളത്. സ്ത്രീകൾക്കാണല്ലോ ഇപ്പോൾ ഏതിന് മുൻഗണന ഉള്ളത്.
അപ്പം അവർക്കാണ് ഈ നിയമം വേണ്ടത്. പുരുഷന്മാർക്ക് അങ്ങനെ ഒരു നിയമം വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീകൾക്ക് സ്ത്രീകളും പുരുഷന്മാർക്ക് പുരുഷന്മാരും വേണമെന്നാണ്. അതിന് പുരുഷ കമ്മീഷൻ വേണമെന്ന് തന്നെ ഉണ്ട്. അത് നല്ലൊരു കാര്യമാണത്. പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ കൊള്ളാം. അത് വേണം. അത് വേണമെന്ന് വെച്ചാൽ നമ്മളെ മക്കൾക്ക് ആപത്ത് വന്നാൽ എന്തെങ്കിലും അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വേണ്ടേ. അപ്പം എല്ലാവരും സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതിനേക്കാളും ഒരു ആൺകുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്കും അവരെ പരാതി പറയാനും കേൾക്കാനും ആരെങ്കിലും ഉണ്ടാവും. നല്ല കാര്യം തന്നെ. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വനിതാ കമ്മീഷൻ്റെ ഇതില്ലേ, അത് വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് പേര് അതിനെ മിസ്യൂസ് ചെയ്യണുണ്ട്. ആ ഒരു ധൈര്യത്തിൽ പലരും അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള നമുക്ക് എന്ത് പിന്നെ ആ ഒരു കമ്മീഷൻ ഉള്ളതുകൊണ്ട് ആർക്കെതിരെ വേണമെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ളൊരു ഇതുണ്ട്. പുരുഷ കമ്മീഷൻ എന്നുള്ള ഉപരി ഈ വനിതാ കമ്മീഷനിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ആ നിയമത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് മിസ്യൂസ് ചെയ്യാതെ സ്ത്രീകൾക്ക് കിട്ടുന്ന പരിരക്ഷ ബാക്കി ഇതേണക്കുള്ള ഈ ഇതിൽ അകപ്പെടുന്നവർക്ക് വേറെ പ്രശ്നമില്ലാത്ത രീതിയിൽ ആ നിയമത്തിന് ദുരുപയോഗം ചെയ്ത് കൊണ്ടുപോയാൽ വേറെ ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ആവശ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം, കുറ്റം ചെയ്യാത്തവർക്ക് സംരക്ഷിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ട് അവർക്കൊരു ഇത് വേണം, കമ്മീഷൻ വേണം. അത് നല്ല കാര്യമാണ്.